മോഹം കരിന്തിരിയായി തുകഞ്ഞു ഓമൽ കിനാവുകൾ വീണറിഞ്ഞു മോഹം കരിന്തിരിയായി തുകഞ്ഞു ഓമൽ കിനാവുകൾ സ്വപ്നബിന്ദുവാൻ നിഴലായി അഴലായി അലയുന്നു ഞാൻ അലയുന്നു ഞാൻ അലയുന്നു ഞാൻ വേദന വിങ്ങുമെൻ മാനസത്തിൽ വേനൽ കിനാവുകൾ വീണലിഞ്ഞു വേദന വിങ്ങുമെൻ മാനസത്തിൽ വേനൽ കിനാവുകൾ വീണലിഞ്ഞു ഒരു സാന്ത്വന
അലയുന്നു ഞാൻ, അലയുന്നു ഞാൻ, അലയുന്നു ഞാൻ. ആ നിലാവും തീരയാമി കിനാവുന്നയാമിനി അഴലും വഴിയിൽ മിഴിനീർ കണമായി അലിയുന്നു ഞാൻ, അലയുന്നു ഞാൻ, അലയുന്നു ഞാൻ. നിലാവും തീരയാമി. അമ്മേ ഭഗവതി രക്ഷിക്കണേ. നേരെ ഇങ്ങോട്ട് വെളുത്തില്ല, അപ്പോഴേക്കും എന്താ ഒരു ചൂടന്റെ കേശുണ്ണിയാരെ. ഉരുകുക മേന്നെ, ഉരുകുക. കാലം തെറ്റിയുള്ള മഴയും വെയിലായിട്ട് നാട് നാശത്തിലേക്കാ മേന്നെ. മനുഷ്യരെ പോലെ പ്രകൃതിയും ചതി തുടങ്ങിയാൽ എന്താ ചെയ്യാ? അഹംഭാവവും പരിഷ്കാരവും മൂത്ത് പ്രപഞ്ചത്തിന്റെ നെറുകയിലേക്കല്ലേ കയറ്റം. അപ്പോ പ്രകൃതിയും പ്രതികരിച്ചു എന്നൊക്കെ വരും. അതാ സത്യം. ദാ, പ്രസാദം. കേശുണ്ണേര് കാലത്തെ തന്നെ കളം നിരത്തി ഇല്ലേ? പക്ഷെ കൂട്ടിന് ആളില്ല. അതാ നല്ലത്. തന്നെത്താനാവുമ്പോ തോറ്റാലും നാണക്കേടില്ലല്ലോ. തോൽക്കാണ്ട് എവിടെ പോവാനാ മേന്നെ? ഒരു ദിവസെങ്കിലും കളിച്ചു തോൽക്കാണ്ടേ ഉറക്കം വരുമോ കേശുണ്ണിയേട്ടന്? പിന്നെ തനിച്ചായതുകൊണ്ട് ചിലപ്പോ ജയിച്ചൊന്നും വരാ. രാവുണ്യ, ചന്ദ്രപുരിയിലെ കുട്ടികളോട് പോലും ഇതുവരെ ജയിച്ചിട്ടുണ്ടോ? കുട്ടീഷ്ണ, കളിക്കാൻ വിളിച്ചിട്ട് നീയോ രാവുണ്യ വന്നോ? അത് നേരാ, ഞങ്ങള് രണ്ടാളും വന്നില്ല. തോൽക്കൊന്നിച്ചിട്ടല്ലേ? അല്ല, തോറ്റു കളിച്ച നിങ്ങളെ മുഖം കാണ്ടാന്ന് വെച്ചിട്ടാ കേശുണ്ണിയേട്ടാ. എന്നാ മേനിരിക്ക, കള അങ്ങോട്ട് മാറ്റി നിരത്താം. ഇന്നലത്തെ പകിടകളി എങ്ങനെ കേശുണ്ണേരെ? ജയിച്ചു.
കേശുണ്ണാര് ജയിച്ചുന്നോ? അങ്ങനെ ഒരു അത്ഭുതം ഉണ്ടായോ? ഏയ് ഞാനല്ല, ആ കുട്ടൻ നായരാ. എറിഞ്ഞത് മുഴുവൻ 12 പിന്നെ എങ്ങനെ തെറ്റാതിരിക്കുക? ഈ കേശുണ്ണിയേട്ടന്റെ ഒരു കാര്യം. പക്ഷെ ഞാനൊന്ന് ആഞ്ഞു പിടിക്കാൻ നോക്കിയതാ, അപ്പോഴേക്കും കയ്യിലുള്ള കാശ് തീർന്നു. ഇല്ലെങ്കിൽ കുട്ടൻ നായരെ ഞാനൊന്ന് വട്ടം കറക്കിയേനെ. ഉവ്വേ, നടക്കണ കാര്യം വല്ല ഉണ്ടിച്ചാ പറയണ്ട കേശുണ്ണിയേട്ടാ. മേനൊരു കാര്യം അങ്ങോട്ട് തള്ളുക. വേണ്ട കേശുണ്ണാരെ, ചന്ദ്രപുരിക്കാരുടെ ജീവൻ കൊണ്ടല്ലേ ഇപ്പൊ ചതുരംഗം. അത് തന്നെ ധാരാളം. എന്താ മേന്നെ മുഖത്തൊരു വല്ലായ്മ? ആ ചെക്കന്റെ കാര്യം ഓർത്തിട്ടാ. ഏത് ചെക്കന്റെ കാര്യ? അപ്പൊ നിങ്ങളൊന്നും അറിഞ്ഞില്ലേ? എന്താ മേന്നെ പുതിയ വിശേഷം ഉണ്ടായേ? ഇന്നലെ ഒരു കുട്ടിയെ കാണാതായി ഇത്രേ. ഓ, ഇവിടെ വെച്ചാ? കോട്ടയിൽ തന്നെ. വേറെ എവിടെയാ? എന്റെ കോട്ടയിലമ്മേ, ഇതിനൊരവസാനല്ലേ? ഏത് കാലം തുടങ്ങിയതാ ഈ കോട്ടയക്ഷിയുടെയും ഗന്ധർവന്മാരുടെയും ഉപദ്രവങ്ങള്? സുന്ദരികളായ യുവതികളെയും ബാലന്മാരെയും 100 കണക്കിനല്ലേ കാണാതാവണത്. ഈ കോട്ടയിലമ്മയുടെ അനുഗ്രഹം കൊണ്ട് കൂടുതൽ അനർത്ഥങ്ങളില്ലാതെ കൂടണൂന്ന് കൂട്ടാ. ഇതിൽ പരം എന്തനർത്ഥം ഇനി ഉണ്ടാവാൻ? അമ്മേ കാത്തോളണേ. നമ്മടെ നാട് രക്ഷപ്പെടുമെന്ന് തോന്നില്ല മേന്നെ. ചെക്കനത് വിളിച്ചു വരുത്തിയതാന്നാ കേക്കണേ. അല്ലെങ്കിൽ യക്ഷിക്കോട്ടയിലേക്ക് ആരെങ്കിലും ഓടിക്കയറൂ. ദേവിയെ, യക്ഷിക്കോട്ടയിലേക്ക് ഓടിക്കേറ്. അതാ ഉണ്ടായേ. കോട്ടയിലേക്ക് പോവണ്ടാന്ന് കൂടെയുള്ള കുട്ടികള് ആവുന്നത് പറഞ്ഞതാത്രേ. കേട്ടില്ല. അപ്പ ചെക്കന്റെ അഹമ്മതി തന്നെയാ. ആട്ടെ, ഏതാ കുട്ടി? ദേശത്ത് എവിടെയുള്ളതാ? ഇവിടെ ഏതോ ബന്ധു വീട്ടിൽ വന്നതാത്രേ. ഏത് ദേശക്കാരനായാലും ഒരമ്മ പെറ്റ കുട്ടിയല്ലേ, അത് കഷ്ടായി. അതിനിടയില് ആ നാടോടി പിന്നെയും കളി തുടങ്ങിയെന്ന് കേക്കണ്. അതങ്ങനെ ഒരു സാധനം. എപ്പോഴാ മുങ്ങ എപ്പോഴാ പൊന്താന്ന് ഒരു പിടിയില്ല. തനി വട്ടൻ. വട്ടനാച്ചാലും ആ നാടോടി പറയണതിൽ എന്തൊക്കെയോ സത്യമുണ്ട് എന്ന് തോന്നിപ്പോവാ ചിലപ്പോഴൊക്കെ. മേൻ എന്തായി പറയണത്? അവനൊരു ഭ്രാന്തൻ. അതല്ല കേശുണ്യാരെ, ഈ കോട്ടയക്ഷിയും ഗന്ധർവന്മാരും ഒക്കെ വെറും നുണക്കഥകളാന്ന് പലവട്ടം അയാളിങ്ങനെ പറയുമ്പോ അതിലെന്തെങ്കിലും സത്യം ഇല്ലാണ്ടിരിക്കോ? അത് മാത്രമല്ല, ചന്ദ്രവർമ്മ തമ്പുരാൻ സൈന്യബലത്ത് കോട്ട പിടിച്ചാൽ അപ്പോഴറിയാം കോട്ടയ്ക്കുള്ളിലെ രഹസ്യങ്ങളൊന്നും തറപ്പിച്ചു പറഞ്ഞു നടക്കുന്നുണ്ടല്ലോ. തമ്പുരാനിപ്പോ ചന്ദ്രപുരിയുടെ കാര്യത്തിൽ ഒരു ശ്രദ്ധ ഇല്ലാന്നും പറഞ്ഞു നടക്കണുണ്ട്. അതിലിത്തിരി സത്യമുണ്ട് ഉറപ്പ് തന്നെ. മേന്നെ, നമ്മടെ തമ്പ്രാനെ പറ്റി ഇങ്ങനെ അപവാദം പറഞ്ഞുണ്ടാക്കരുത്. ആ, കേശുണ്യാര് മുഷിയണ്ട. എനിക്ക് തോന്നിയത് ഞാൻ പറഞ്ഞു. കോട്ടയിൽ ഉപദ്രവങ്ങൾ തീർക്കാൻ തമ്പുരാനൊന്നും ചെയ്തിട്ടില്ലെന്നാണോ? ചെയ്തിട്ടുണ്ട്, സമ്മതിച്ചു. എന്നിട്ട് എന്ത് കാര്യം ഉണ്ടായേ? കേമന്മാരായിട്ടുള്ള മന്ത്രവാദികൾ പോലും തോറ്റു മടങ്ങിയില്ലേ? ആ, അവിടെയാണ് നാടോടിയുടെ വാക്കും കൂടി കൂട്ടി വായിക്കേണ്ടത്. എന്നുവെച്ചാൽ കേശുണ്യാര് പറയാ, പൊന്മന വിഷ്ണു അമ്പൂരി, ആ, പൂമടം മൂസത്, ഉവ്വ, കാമ്പുറം കാശിനാഥൻ, അതെ. ഈ 3 പേർക്കും കീഴടങ്ങാത്ത യക്ഷിയോ മർദ്ദയോ ഈ ഭൂമിയിലുണ്ടാവില്ലല്ലോ. അതുണ്ടാവില്ല. അപ്പൊ പിന്നെ അവർക്കാർക്കും കീഴടങ്ങാത്ത യക്ഷി നമ്മുടെ കോട്ടയിലുള്ളത് വെച്ചാ എന്താ അതിന്റെ അർത്ഥം? എന്താ? നമ്മുടെ കോട്ടയിലുണ്ട് എന്ന് പറയണത് യഥാർത്ഥ യക്ഷിയല്ലാന്ന് തന്നെ. അങ്ങനെ ഉണ്ടാവോ? ഉണ്ടായിക്കൂടുന്നുണ്ടോ ഒരു കള്ള യക്ഷി? ആകെ വലഞ്ഞല്ലോ. ഇനി അങ്ങനെ ആവുമോ മേന്നെ? ആവൂന്ന് ഉറപ്പ് പറഞ്ഞതല്ല, ആവാനും വഴിയില്ലേന്നൊന്ന് ചിന്തിച്ചു, അത്രേ ഉള്ളൂ. അപ്പൊ ആ നാടോടി പറയണ പോലെ കോട്ട പിടിക്കണം. അവന്റെ വട്ട് കെട്ടിട്ട് കോട്ട പിടിക്കാൻ ചെന്നാലേ ചന്ദ്രപുരി നശിക്കന്നെയുള്ളൂ. ഏതായാലും നശിക്കല്ലേ, എന്നാൽ ഒന്നായിട്ടങ്ങട് പോട്ടെ. ഇങ്ങനെ ഇഞ്ചിഞ്ചായി വേണ്ടല്ലോ. അതല്ല, ഇനി കോട്ട പിടിച്ചടക്കിയ രഹസ്യങ്ങളൊക്കെ തെളിയെങ്കില് എന്നേക്കുമായി നാട് രക്ഷപ്പെടുകയും ചെയ്യില്ലേ? ആ നാടോടി ഒരു പിടിയും കിട്ടണില്ലല്ലോ.
ചിലപ്പോ തോന്നും സിദ്ധനാന്ന്, ചിലപ്പോ തനി വട്ടൻ. എന്തൊക്കെയോ സിദ്ധി കിട്ടിയിട്ടുള്ള ആളാന്ന് കേക്കണേ. സിദ്ധി കിട്ടണു, ഇയാള് മിണ്ടാണ്ടിരിക്കുക. അതല്ല മേന്നെ, പറഞ്ഞു കേട്ടിടത്തോളം സാധാരണക്കാർക്ക് ചെയ്യാൻ പറ്റാത്ത മഹാകാര്യങ്ങൾ അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്ത് മഹാകാര്യം ചെയ്തു എന്നാ പറയണെന്റെ കേശുണ്യാരെ? ജ്വലിക്കണ കണൽക്കട്ടകള് ഉള്ളം കയ്യിലെടുത്തിട്ട് ഓരോന്നായിട്ട് അങ്ങോട്ട് വിഴുങ്ങുക. സാധാരണക്കാർക്ക് പറ്റുമോ? പറ്റുമോ? ഇനിയുണ്ട്, നീറ്റി വെച്ചിരിക്കണ ചുണ്ണാമ്പുണ്ടല്ലോ, അതങ്ങനെ കോരിയെടുത്തിട്ട് അങ്ങോട്ട് വിഴുങ്ങുക. എന്റെ തേവരെ, കൊടല് ദ്രവിച്ചു പോവില്ലേ? തീർന്നില്ല, കേട്ടോളൂ. നല്ല മൂർച്ചയുള്ള പിച്ചാങ്കത്തി കൊണ്ട് മേലാസകലം തലങ്ങും വിലങ്ങും കീറി മുറിക്കാത്രേ. എന്റെ ദേവിയെ, ഇതൊക്കെ നേരെന്നെയാണോ എന്റെ രാവുണ്യേട്ടാ? കണ്ടോരുണ്ടേ. അപ്പൊ മേലാകെ എങ്ങനെ കീറി മുറിച്ചാല് ചോര വാർന്ന് ചത്തുപോയില്ലേന്ന്? ആ, അതാ അതിലേറെ അത്ഭുതം. ഇത്തിരി കഴിഞ്ഞു നോക്കിയാ മുറിപ്പാട് പോലും ദേഹത്തുണ്ടാവില്ലാത്രേ. കാവിലമ്മേ, ഒരേ സമയത്ത് നാടിന്റെ പല ഭാഗങ്ങളിലും ഇയാളെ കണ്ടോരുണ്ടത്രേ. ഏയ് അങ്ങനെ ഉണ്ടാവോ? സിദ്ധന്മാർക്ക് അതൊക്കെ കഴിയും. എന്റെ അച്ഛന്റെ മുത്തച്ഛനൊരാളുണ്ടായിരുന്നു, ഒരു സിദ്ധൻ. വേണ്ട കേശുനേട്ടാ, ഇതൊരു 100 തവണ പറഞ്ഞതല്ലേ. എന്നാലും ഒന്നുകൂടെ ആയാലെന്താ? വേണ്ട. എന്നാ വേണ്ട. നായരെ, സിദ്ധില്ലാത്തോനെ സിദ്ധനാക്കാനും വട്ടില്ലാത്തോനെ വട്ടനാക്കാനും ദാ നമ്മുടെ ഈ നാവ് മതി. 10 ആള് പറഞ്ഞാൽ അതല്ലേ നാട്ടുനീതി? അല്ലെങ്കിൽ ഇപ്പോഴത്തെ സിദ്ധന്മാരുടെ സ്ഥിതി എന്താ? വെറും വയറ്റിപ്പിഴപ്പല്ലേ? ആ, അതുകൊണ്ട് ആ നാടോടിക്കുണ്ട് എന്ന് പറയണ സിദ്ധിയിലൊന്നും എനിക്ക് വിശ്വാസമില്ല. പക്ഷേ അയാള് വിളിച്ചു പറയണതിൽ എന്തൊക്കെയോ സത്യമുണ്ട് എന്ന് തോന്നുന്നുണ്ട്. ഏതായാലും നാടോടി നാടിനൊരു പ്രശ്നമായി. അത് തന്നെ. കുടുങ്ങി കുടുങ്ങി മേന്നെ. ആര് കുടുങ്ങിന്നാ ഈ വിളിച്ചു കൂവണേ? രാജാവ് കുടുങ്ങി. കണ്ടില്ലേ, ചുറ്റിലും കാലാളും തേരും കുതിരയും. രാജാവിന് അനങ്ങാൻ വയ്യ. ആ, ഇത് തന്നെയല്ലേ ഇപ്പൊ ചന്ദ്രപുരിയുടെ അവസ്ഥ. ചന്ദ്രവർമ്മ തമ്പുരാനും കുടുങ്ങിയിരിക്കല്ലേ, അനങ്ങാൻ വയ്യല്ലോ. ചന്ദ്രപുരിയുടെ ഈ ദുരിതത്തിന് ഒരവസാനം ഉണ്ടാവുമോ എന്നെ? എവിടെ? ഒരു ഭാഗത്ത് കോട്ടയക്ഷി, വേറൊരു ഭാഗത്ത് കൊള്ളക്കാരും കൊലപാതകികളും, മറുവശത്ത് ശത്രുരാജ്യങ്ങൾ. ഇപ്പോഴിതാ ഇടയിലൊരു നാടോടി. ആകെ പുകഞ്ഞു നിൽക്കുക ചന്ദ്രപുരി. ഏതായാലും നമുക്ക് നാട്ടുകാരെയൊക്കെ കൂട്ടിച്ചെന്ന് തമ്പുരാനോട് സങ്കടം പറയാം. കൊട്ടാരത്തിനകത്ത് പാട്ടും കൂത്തുമായിട്ട് കഴിയുന്നവർക്ക് നാട്ടുകാരുടെ ദുരിതം കേൾക്കാൻ നേരം ഉണ്ടാവുമാവോ? എന്നാലും പരാതി അറിയിച്ചില്ലാന്ന് വേണ്ട. കേശുനേട്ടൻ വരുന്നില്ലേ കൊട്ടാരത്തിലേക്ക്? വൈകുന്നേരം എനിക്കൊരു മത്സരമുണ്ട്, ചൂതാട്ടം. അതിനെന്താ, തോൽക്കാനാവുമ്പോഴത്തേക്കും കേശുണ്ണേട്ടനെ ഒഴിവാക്കി തരാം. കുട്ടീഷ്ണ, കേശുനേട്ടൻ വരിക. വേണമെങ്കിൽ കൊട്ടാരത്തിൽ തന്നെ വല്ല മത്സരം